പിന്നെ ഇന്നത്തെ ഐറ്റം സദ്യയിലെ പൈനാപ്പിൾ പച്ചടിയാണ്. ഈ മധുരപ്പച്ചടി കാണാൻ തന്നെ ഭംഗിയാണ് അല്ലേ. പൈനാപ്പിളിന്റെ പകുതി ഭാഗം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അരമുറി നാളികേരം ചിരകിയതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ജീരകവും കടുകും ചേർത്തൊന്ന് അരച്ചെടുക്കുക. ദേ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി പകുതി ഭാഗം പൈനാപ്പിൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ദേ നമ്മൾ നാളികേരം അരച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര് ഉടച്ചെടുത്തതാണ്. ഇതിലൊന്ന് അടിച്ച പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് കുറച്ചേ ഉപയോഗിക്കാവൂ. ഇതൊരു സൈഡ് ഡിഷ് ആണ്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. എങ്കിലും കുറച്ചുകൂടെ മധുരമുള്ളതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അരപ്പിന്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, കറിവേപ്പില താളിച്ചൊഴിക്കാം. അലങ്കരിക്കാനായിട്ട് കുറച്ച് മുന്തിരി കൂടെ ചേർക്കാം. നല്ല കിടിലൻ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട്. കാണാനുള്ളത് പോലെ തന്നെ കഴിക്കാനും വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.